നമസ്കാരം. വെള്ളം മുട്ടിക്കുന്ന സർജിക്കൽ സ്ട്രൈക്ക്, വെള്ളം മുട്ടിക്കുകയാണോ വേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് കുറെ ജിഹാദികളും കുറെ സുഡാപ്പികളും കുറെ ഇടതുപക്ഷ ചെറ്റകളും സമൂഹ മാധ്യമത്തിൽ കിടന്ന് പാകിസ്ഥാനെ ന്യായീകരിക്കുന്നു. വെള്ളം മുട്ടിക്കരുത് എന്ത് സിന്ധു നദീ കരാർ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഇന്ത്യ എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്നാണ് പാകിസ്ഥാനുമായുള്ള പല നയതന്ത്ര ബന്ധങ്ങളും ഏതാണ്ട് സമ്പൂർണ്ണമായി ഇന്ത്യ ഉപേക്ഷിച്ചിരിക്കുന്നു. ഇങ്ങോട്ട് ആക്രമിക്കുന്ന തീവ്രവാദികളെ വളർത്തി വലുതാക്കുന്ന അവർക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്ന ഒരു തെമ്മാടി രാഷ്ട്രത്തിന് വെള്ളം കൊടുക്കാൻ ഇന്ത്യക്ക് മനസ്സില്ല. എന്താണ് ഈ സിന്ധു നദീജല കരാർ? ഇത് റദ്ദാക്കിയാൽ പാകിസ്ഥാന് എന്ത് സംഭവിക്കും തുടങ്ങിയ കാര്യങ്ങളും ചർച്ചയിൽ വരുന്നുണ്ട്. പലതരത്തിലുള്ള പോസ്റ്റുകളും വിമർശനങ്ങളും ഒക്കെ നമുക്ക് കാണാം. ഇത് സാമൂഹ്യ നിരീക്ഷകനും രാഷ്ട്രീയ വിമർശകനും അതുപോലെ തന്നെ എഴുത്തുകാരനുമായ ശ്രീ ഷാബു പ്രസാദ് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു ഈ സിന്ധു നദീജല കരാറിനെ കുറിച്ച്. പാകിസ്ഥാനും സിന്ധു നദീജല കരാറും ഇന്ത്യയും തമ്മിൽ എന്താണ് ബന്ധം? ഇത് റദ്ദാക്കിയാൽ എന്ത് സംഭവിക്കും? ഷാബുവിന്റെ പോസ്റ്റ് ഇങ്ങനെ തുടങ്ങുന്നു. പാകിസ്ഥാനിലെ കാർഷിക വ്യവസ്ഥയുടെ നട്ടെല്ലാണ് സിന്ധു നദി. റിവർ ഇൻഡസ് വാലി സിവിലൈസേഷൻ, സിന്ധു നദീതട സംസ്കാരം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? പഞ്ചാബിലെ 5 നദികളും ഇന്ത്യയിലൂടെ ഒഴുകി പാകിസ്ഥാനിൽ വെച്ച് സിന്ധു നദിയുമായി ചേരുന്നതാണ്. ഈ നദികളിലെ വെള്ളം പങ്കുവെക്കുന്നതിന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അന്താരാഷ്ട്ര കരാറുണ്ട്. ഈ കരാർ പ്രകാരം സിന്ധുവിലെ 80% ജലം പാകിസ്ഥാന് അവകാശപ്പെട്ടതാണ്. 80% ജലം. ഈ കരാറാണ് കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചിരിക്കുന്നത്. ഹിമാചൽ പ്രദേശിലും പഞ്ചാബിലുമായി അനേകം ഡാമുകളും തടയണകളും ഈ നദികളിൽ ഇന്ത്യ പണിതുയർത്തിയിട്ടുണ്ട്. അടുത്ത കാലത്ത് ജലം കൊണ്ടുപോകാൻ അനേകം പ്രത്യേക കനാലുകളും ഉണ്ടാക്കി. ഏതെങ്കിലും കാരണവശാൽ ഡാമുകൾക്ക് ഷട്ടർ ഇടേണ്ടി വന്നാൽ ജലം ഒഴിപ്പിക്കാൻ വേണ്ടി വളരെ ദീർഘദർശനത്തോടെ ഭാരതം ചെയ്തതാണ് ഇതൊക്കെ. 3 യുദ്ധങ്ങൾ ഉണ്ടായപ്പോൾ പോലും നദീജല കരാർ മരവിപ്പിക്കാൻ കഴിയുമായിരുന്നില്ല. ഡാമുകൾ അടച്ചാൽ ജലം കൊണ്ടുപോകാൻ കഴിയുമായിരുന്നില്ല. ഡാമുകൾ നിറഞ്ഞു കവിയുമായിരുന്നു അക്കാലത്തൊക്കെ. ഇന്ന് ആ കരാർ മരവിപ്പിച്ചു. ഡാമുകൾക്ക് ഷട്ടർ വീഴും. ദിവസങ്ങൾക്കകം പാകിസ്ഥാനിൽ വൻ ജലക്ഷാമം രൂക്ഷമാകും. കൃഷി നശിക്കും. കുടിവെള്ളം കിട്ടാതെ ജനം സർക്കാരിനും സൈന്യത്തിനും നേരെ തിരിയും. സ്വന്തം ജനങ്ങളുടെ നേരെ വെടിവെക്കാൻ പോലും പാകിസ്ഥാൻ സൈന്യം നിർബന്ധിതമാകും. അതുപോലെ ആയിരക്കണക്കിന് പാകിസ്ഥാൻ പൗരന്മാരാണ് ഇന്ത്യയിൽ ചികിത്സ തേടി വരുന്നത്. പാക് പൗരന്മാർക്ക് ഇനി ഇന്ത്യയിലേക്ക് വരാൻ കഴിയില്ല. ഹൃദയ ശസ്ത്രക്രിയ വരെ ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്ന പാക് പൗരന്മാരെയാണ് ഇത് ബാധിക്കുക. കുറഞ്ഞ ചെലവിൽ ലഭിക്കുന്ന ആധുനിക ചികിത്സയാണ് പാക് പൗരന്മാർക്ക് നഷ്ടപ്പെടുന്നത്. ഇന്ത്യയിലെ ഒരു വെടിയുണ്ട പോലും ചെലവാക്കാതെ ഒരു തുള്ളി രക്തം പൊടിയാതെ പാകിസ്ഥാൻ എന്ന ചെകുത്താൻ രാജ്യം അവസാനിക്കാൻ പോവുകയാണ് എന്ന് വിലയിരുത്തുന്നു ഷാബു പ്രസാദ്. തീർച്ചയായിട്ടും ഇതൊരു സർജിക്കൽ സ്ട്രൈക്കിന്റെ ഭാഗമായി തന്നെ ഉള്ള നടപടിയാണ്, യാതൊരു സംശയവുമില്ല. ഇത്തരത്തിൽ ഇന്ത്യയെ ആക്രമിക്കുന്ന തീവ്രവാദികളെ വളർത്തി വലുതാക്കുന്ന, അവർക്ക് അന്നവും വെള്ളവും കൊടുക്കുന്ന, അവർക്ക് ആയുധങ്ങൾ കൊടുക്കുന്ന, അവർക്ക് മയക്കുമരുന്ന് കൊടുക്കുന്ന, അവർക്ക് പണം കൊടുക്കുന്ന ലഷ്കർ ഇ തോയ്ബ പോലെയുള്ള ഏജൻസികൾക്ക് നേതൃത്വം കൊടുക്കുന്ന പാകിസ്ഥാന് ഇതിലും വലിയ തിരിച്ചടി പ്രാഥമികമായി കൊടുക്കാനില്ല. ഒരു തുള്ളി രക്തം പോലും ചിന്താതെ, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു യുദ്ധം പോലും ഉണ്ടാകാതെ, ആർക്കും ഒരു ആൾനാശവും വരുത്താതെ പാകിസ്ഥാനിൽ ഒരു ആഭ്യന്തര കലാപത്തിന് ഇന്ത്യ വഴിമരുന്നിടുകയാണ്, യാതൊരു സംശയവുമില്ല. അത് ഇന്ത്യയുടെ നടപടി തന്നെയാണ്. അതിനകത്ത് കിടന്ന് കരയുന്നവർ, നെഞ്ചത്തലയ്ക്കുന്നവർ, അയ്യോ പാകിസ്ഥാന് വെള്ളം കിട്ടുന്നില്ലേ എന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ കേഴുന്നവർ, കരയുന്നവർ, വിലപിക്കുന്നവർക്ക് തീർച്ചയായിട്ടും വ്യക്തമായ മറുപടിയുണ്ട്. ഞങ്ങൾ ഇനിയും ചെയ്യും, ഇങ്ങനെ തന്നെ ചെയ്യും. ഇന്ത്യൻ ജനതയെ നശിപ്പിക്കാൻ, ഇന്ത്യൻ രാഷ്ട്രത്തെ ഇല്ലാതാക്കാൻ, ഇന്ത്യൻ ജനങ്ങളെ കൊന്ന് ഒടുക്കാൻ വേണ്ടി തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു തമ്മാടി രാഷ്ട്രത്തിന് ഇതിലും മധുരമായൊരു മറുപടി കൊടുക്കാനില്ല. ഇത് തന്നെ തുടരും. ഇതുപോലത്തെ കടുത്ത നടപടികൾ ഇനിയും തുടരും എന്ന് ഇവിടുത്തെ രാജ്യദ്രോഹികളെ, രാജ്യത്തിനെതിരെ തിരിയുന്നവരെ, പാകിസ്ഥാന് സിന്ദാബാദ് വിളിക്കുന്നവരെ ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18
പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.